നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ തോരന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ചിക്കൻ സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ കറി വെക്കുകയും അതേപോലെ തന്നെ ഫ്രൈ ഒക്കെ ചെയ്യാനുള്ള പതിവ്. ഇതുപോലെ ഒന്ന് തോരനും കൂടി ഉണ്ടാക്കി നോക്കണേ. വലിയ മസാല കുത്തൊന്നുമില്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. നമുക്കിപ്പോ ആദ്യം തന്നെ തേങ്ങയുടെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ ഒരു പിഞ്ച് മാത്രം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ആ തേങ്ങയായിട്ട് ശരിക്കും ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്താലും മതി. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ വലിയ പീസായിട്ടൊന്നുള്ളതല്ല, ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ വെന്ത് വന്നോളൂ. കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ആട്ടോ. ഇനിയപ്പോ നമുക്ക് റെഡിയാക്കി എടുക്കാം. നോൺ സ്റ്റിക്കിന്റെ പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു 2 സവാള ഇതുപോലെ തീരെ കനം കുറച്ച് അരിഞ്ഞതാട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ അത്യാവശ്യം വലിപ്പമുള്ള സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ചേർത്താൽ മതി. നമ്മുടെ ഈ സവാളയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി ചെറുതായിട്ട് ഒന്നും കൂടി ചതച്ചെടുത്താട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ചതച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ചതച്ചെടുത്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ശരിക്കും ഒന്നും കൂടെ വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഇപ്പൊ ഗ്യാസിന്റെ ഫ്ലെയിം ഈ സമയത്തൊക്കെയും ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. കണ്ടതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇനി പൊടികളിലേക്ക് ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വന്നതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാനേ. കണ്ടതാ പൊടികളിലേക്ക് ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാട്ടോ ഇപ്പൊ ഇരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ ഈ മസാലയൊക്കെ ആയിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ യോജിച്ച് വരുന്നവരെ മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി പകുതി വേവായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ച് ഒരു പകുതി വേവായിട്ട് വന്നതിന് ശേഷം വേണം നമ്മുടെ തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അതവിടെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി വെന്ത് വരട്ടെ. വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ചിക്കനിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാണ്ടോ ഇരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് 1-2 തവണ ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് വിട്ടു പോവല്ലേ. അങ്ങനെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിലും പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ഒന്നും കൂടി ആ തേങ്ങയുടെ മിക്സ് മസാലയൊക്കെ ആയിട്ട് നല്ലോണം ഒന്നും കൂടി യോജിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു പകുതി വേവായതിനു ശേഷം മാത്രം ഇതേപോലെ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇനിയിപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ പെരുജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണേ ഉപ്പ്. നമ്മൾ ആദ്യമേ ചിക്കനിലേക്ക് മാത്രം കുറച്ച് ഉപ്പേ ചേർത്തുണ്ടായിരുന്നുള്ളൂ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് മാത്രം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മൾ ചിക്കനൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വെന്ത് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. നമ്മുടെ ആ തേങ്ങയുടെ ഒരു മിക്സിലും മസാലയിലും ഒക്കെ ചിക്കനൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനിയിപ്പോ ചിക്കൻ കിട്ടുമ്പോൾ കുറച്ചെടുത്തതായി ഇതുപോലെയും കൂടി ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതിനേക്കാളും ഫ്രൈ ചെയ്തതിനേക്കാളും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ തോരനൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ചിക്കൻ കൊണ്ട് തോരനുണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.